ஃபேவரட் தமிழ் ஆக்டர் ஆர் ஆக்ட்ரஸ்? ஆக்டர்ஸ். வேணாம். ஓகே, அடுத்த கொஸ்டின். இதெல்லாம் கொஸ்டினா? இப்போ இலுமினாட்டி நாங்க இலுமினாட்டின்னு சொல்ல மாட்டோம், அது கொஞ்சம் സീക്രട്ട്. സോറി. ഹായ് ഗൈസ്, ഐ എം ജു. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഒരുപാട് നാൾക്ക് ശേഷമായില്ല ഞാനൊരു വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നത്. ഇന്നൊരു കാരണം ഉണ്ടെന്ന് തന്നെ വെച്ചോ. ഈ മോഹൻലാൽ എന്ന് പറയുന്ന വ്യക്തിയെക്കുറിച്ച് പറയുമ്പം എൻ്റെ മനസ്സിലേക്ക് ആദ്യം ഓടിയെത്തുന്നത് രാവണപ്രഭ മൂവിയാണ്. എനിക്കൊന്ന് ഞാൻ ഓർമ്മ വെച്ച സമയം മുതൽ ഒരു ആക്ഷൻ ഹീറോ ആയിട്ട്, ഒരു ആക്ഷൻ മൂവിയായിട്ട് ഞാൻ ആദ്യം കണ്ട എൻ്റെ ഓരോ ഓർമ്മയിൽ അതാ ഉള്ളത്. അതുകൊണ്ട് അതാ എനിക്കിപ്പോൾ പറയാൻ സാധിക്കത്തുള്ളൂ. അപ്പോൾ അത് മുതൽ ഈ ഇറങ്ങാൻ പോകുന്ന ലൂസിഫർക്ക് ഇനി കാണാൻ പോവുക. അപ്പം നമുക്ക് ലാലേട്ടൻ എന്താണെന്നറിയാം, അദ്ദേഹം കൊടുത്തുള്ള ഇൻ്റർവ്യൂസ് എങ്ങനെയാണെന്നറിയാം, അദ്ദേഹത്തിൻ്റെ ബോഡി ലാംഗ്വേജ് എങ്ങനെയാണെന്നറിയാം. അദ്ദേഹത്തിനോടൊരു ചോദ്യം ചോദിച്ചാൽ അത് അദ്ദേഹം ഏത് രീതിയിലാണ് അതിന് മുനി അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അതിന് മറുപടി കൊടുക്കുന്നറിയാം. പല ചോദ്യങ്ങളിൽ നിന്നും നല്ല വരാൽ സ്കിപ്പാവുന്ന പോലെ സ്കിപ്പായി ചോദ്യത്തിന് ഉത്തരവില്ല. ആ ചോദ്യം എന്തിനാണ് ചോദിച്ചത്, ഈ ചോദ്യം നിങ്ങൾ ഈ സമയത്ത് ഇരുന്നത് കൊണ്ടാണല്ലോ ഇങ്ങനെ ചോദിക്കേണ്ടി വന്നത്, ഈ ചോദ്യം ഇപ്പം നിങ്ങൾ ചോദിച്ചില്ലായിരുന്നെങ്കിൽ ഒരിക്കലും ചോദിക്കേണ്ടി വരത്തില്ലായിരുന്നു എന്നൊക്കെ ചോദിച്ചുള്ള ആൻസറൊക്കെ നമ്മളെ അടപ്പിക്കുന്ന രീതിയിലൊക്കെ നമ്മളെ ചിന്തിപ്പിച്ച് നമ്മളെ മറ്റേ ഭൂമിയുടെ വെളിയിൽ പോയിട്ട് താഴോട്ട് ഭൂമിയിലൊക്കെ ഇറങ്ങുന്ന ദൂരെ നിർത്തി ഇങ്ങനെ നോക്കിപ്പിക്കും. ആ ഒരു രീതിയിലൊക്കെ ഉത്തരം പറഞ്ഞൊക്കെ കൊണ്ടുപോകുന്ന ഒരാളെ നമ്മൾ കണ്ടിട്ടുണ്ട്. അത് പല ചോദ്യങ്ങൾക്കും ആ രീതിയിലുള്ള ആൻസർ ആയിരിക്കും അർഹിക്കുന്നത്. അതുകൊണ്ടായിരിക്കും അദ്ദേഹം അങ്ങനെയൊക്കെ പറയുന്നത്. പിന്നെ ഇപ്പം ഞാൻ പറയാനുള്ള കാരണം എന്ന് വെച്ചാൽ എമ്പുരാൻ എന്ന് പറഞ്ഞ സിനിമ ഇറങ്ങാൻ പോകുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ ആ സിനിമ പാൻ ഇന്ത്യ മൂവിയാണ്. മാർക്കോയ്ക്ക് ശേഷം അടുത്തതാണ്ട് ഒരു പാൻ ഇന്ത്യ റിലീസിലേക്ക് അല്ലെങ്കിൽ അതുക്കും മേലെ എത്തിക്കാൻ വേണ്ടിയിട്ട് പൃഥ്വിരാജ് കൊണ്ടുവന്നിട്ടുള്ള ഒരു സാധനമാണ്. ഓക്കെ, അതിൻ്റെ ഒരു ബുക്കിംഗ് ഒക്കെ നമ്മൾ കണ്ട് റെക്കോർഡ് ആ ബുക്ക് മൈ ഷോയിലൊക്കെ അടിച്ചിരിക്കുന്നത്. അപ്പം ആ റെക്കോർഡ് അടിച്ചതുപോലെ തന്നെ ആ സിനിമയും അതുക്ക് മേലെ ഒരു റെക്കോർഡിലേക്ക് തന്നെ പ്രവേശിച്ചു. ഇന്ത്യൻ സിനിമയുടെ ഒരു മുഖം എന്ന് പറയുന്നത് മലയാള സിനിമ മാത്രമായി തീരട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുകയും ചെയ്യുന്നു, പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. അങ്ങനെ തന്നെ നമുക്ക് ഈ വീഡിയോയിലേക്ക് തുടങ്ങാം. അപ്പോൾ ഇന്ന് വീഡിയോ തുടങ്ങാനുള്ള ഒരു കാരണം എന്ന് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ ഒരു ഇൻ്റർവ്യൂ ആണ്. ഈ പാൻ ഇന്ത്യ മൂവി ആയതുകൊണ്ട് പല ലാംഗ്വേജിലും കൊണ്ടുപോയിട്ട് ഇൻ്റർവ്യൂ ചെയ്യുന്നുണ്ടല്ലോ, അല്ലെങ്കിൽ ഇവർ കൊടുക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് തമിഴിലൊരു ഇൻ്റർവ്യൂ കൊടുത്തു. ആ തമിഴിൽ കൊടുത്ത ഇൻ്റർവ്യൂവിനകത്ത് മോഹൻലാൽ എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ ഒരു ആറ്റിറ്റ്യൂഡും അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒരു വേ ഓഫ് ടോക്കും അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒരു കോമഡി തഗ് ഏത് രീതിയിൽ വേണമെങ്കിലും നമുക്കതിനെ വിശേഷിപ്പിക്കാം. അതെല്ലാം ഞാനൊന്ന് കണ്ട്, അതെല്ലാമാണ് ഞാൻ ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നതും. എനിക്കറിയാം നിങ്ങളത് ആസ്വദിക്കും. കാരണം എനിക്കിപ്പോൾ 10-30 വയസ്സായി. ഈ ഒരു വയസ്സിനകത്ത് ഞാൻ ഇതുവരെ കാണാത്തൊരു മോഹൻലാൽ, അതായത് സിനിമയിൽ ഇതുവരെ കാണാത്തൊരു മോഹൻലാലിനെ കുറച്ച് മണിക്കൂറുകൾക്ക് മുമ്പ് കാണാൻ സാധിച്ചു. അതാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ അധികം നീട്ടിക്കൊണ്ട് പോകാൻ നമുക്ക് വീഡിയോയിലേക്ക് തന്നെ പ്രവേശിക്കാം. இப்போ நம்ம பாத்தீங்கன்னா வந்துட்டு இன்னைக்கு 2 ஸ்பெஷல் கெஸ்டோட ஒரு வீடியோ பண்றோம். நான் இவங்களெல்லாம் நேர்ல பாப்போம்னு கூட எனக்கு தெரியாது. பட் இன்னைக்கு நான் உங்களோட சேர்ந்து நான் வீடியோ பண்ண போறேன். இது நினைக்கும் போது ரொம்ப ஹாப்பியா இருக்கு. படம் இது வரைக்கும் മലയാളത്തിൽ ഇതിനകത്തൊരു മെയിൻ ഹൈലൈറ്റ് ഉണ്ട്. ഇതിനകത്ത് ഒരൊറ്റ സോഫയുള്ളൂ. ഈ ഒറ്റ സോഫയിൽ തന്നെ ഇത് 3 പേര് ഇരിക്കുന്നത്. അപ്പോൾ ഇവർ തമ്മിലുള്ള ഒരു കണക്ഷനും ഈ ഒരു ടോക്കൊക്കെ ഇച്ചിരി കൂടെ ഡെവലപ്ഡ് ആവും. നല്ല രീതിയിൽ ഒരു കണക്ഷൻ കിട്ടുന്നത് കൊണ്ട് ആ ടോക്ക് ഡെവലപ്ഡ് ആവും. അകലം കൂടുന്തോറും മധുരം കുറയും, മറ്റേ ഉയരം കൂടുന്തോറും അല്ല, അകലം കൂടുന്തോറും. ഓക്കെ, இதுலயே பிக்கஸ்ட் இன்வெஸ்ட் பண்ணி பண்ற படம்ல பெரிய 200% சொல்லி கேள்விப்பட்டேன். 200? ஆமா. ஓ, ஏத்திக்கிட்டே போகுது எல்லாரும். அப்படி പൃഥ്വിരാജ് അങ്ങനെ ഒന്നും എത്ര രൂപയാണ് ചെലവാക്കിയെന്നൊന്നും പറയത്തില്ല. അത് ചിലപ്പോൾ നിങ്ങളുടെ ഇൻഡസ്ട്രിയും അല്ലെങ്കിൽ മലയാളം ഒഴികെയുള്ള മറ്റ് ഇൻഡസ്ട്രീസ് ആയിരിക്കും ഞങ്ങൾ ഇത്രയും ചെലവാക്കി എന്ന് പറഞ്ഞ് ഒരു വലിയൊരു പബ്ലിസിറ്റി കൊടുത്ത് അതൊരു മാർക്കറ്റിംഗ് തന്ത്രമായിട്ട് ഉപയോഗിക്കുന്നത്. നമ്മളൊന്നും അങ്ങനെ പുറത്ത് കാണിക്കത്തില്ലെന്നേ, കള്ളപ്പണമാണെന്നൊന്നും ആരും പറഞ്ഞു കളയില്ല, അങ്ങനെയൊന്നും ആർക്കും ചിന്തിക്കുകയും ചെയ്യില്ല. കേട്ടല്ലോ, നമ്മളത് പറയത്തില്ല എത്ര ആണെന്നുള്ളത്. നിങ്ങൾ വേണ്ടി വിവരാവകാശം വെച്ച് തപ്പി നോക്കും ഞങ്ങൾ എത്ര രൂപ ചെലവാക്കിയെന്നുള്ളത്. He never have said what the cost of the film is. பட்ஜெட் பத்தி நாங்க எங்கேயுமே பேசுறதே கிடையாது. அதோட இன்னொரு முக்கியமான விஷயம்னா படத்தோட பட்ஜெட் டிசைட் பண்றது டைரக்டரோ, ஹீரோவோ, ப்ரொடியூசரோ கிடையாது. படத்தோட பட்ஜெட் டிசைட் ஆகிறது ஸ்கிரிப்ட்ல. அந்த ஸ்கிரிப்டுக்கு என்ன தேவைப்படுதோ அதுதான் படத்துல வேணும், அதுக்கு என்ன செலவு பண்ணணுமோ அதான் செலவு பண்ணணும். இது ரொம்ப ആംബിഷ്യസ് ആണ് ഒരു ഫിലിം. അറ്റ്ലീസ്റ്റ് അപ്പോൾ മെയിൻ ആയിട്ടൊരു കാര്യം നിങ്ങൾ ചിന്തിക്കേണ്ടതെന്ന് വെച്ചാൽ സ്ക്രിപ്റ്റിനനുസരിച്ചുള്ള ഒരു പ്രൊഡ്യൂസറെ വേണം. ഇല്ലെങ്കിൽ സ്ക്രിപ്റ്റിൽ കൂടുതലും പ്രൊഡ്യൂസർ ചെറുതുവാണെന്നുണ്ടെങ്കിൽ കൈ നിൽക്കത്തില്ല, അവസാനം അവരും. കേരള മലയാളം ഇൻഡസ്ട്രിയെ பொறுத்த வரைக்கும் இந்த அளவுக்கு ட்ரீம் பண்ண ஒரு மெயின் ஸ்ட்ரீம் ஃபில்ம் இதுக்கு முன்னாடி I don't know if somebody is, because இது எங்களை பொறுத்த வரைக்கும் കംപ്ലീറ്റ്ലി അൺഎക്സ്പ്ലോർഡ് ആണ് ഒരു ക്യാൻവാസ്, കംപ്ലീറ്റ്ലി അൺഎക്സ്പ്ലോർഡ്. റിയലി അതൊക്കെ നമ്മൾ സമ്മതിക്കുന്നുണ്ട്. തന്നിരിക്കുന്ന ഹോപ്പും അല്ലെങ്കിൽ തന്നിരിക്കുന്നുള്ള എക്സ്പെക്ടേഷനൊക്കെ വെച്ച് കഴിഞ്ഞാൽ അങ്ങ് പീക്കിന് മുകളിൽ കയറി നിൽക്കുക. 100 കോടി ഈ പറയുന്ന പ്രതിഫലം മേടിക്കുന്ന വിജയും രജനീകാന്തും അല്ലെങ്കിൽ ഈ പറയുന്ന അല്ലു അർജുനും പ്രഭാസും ഒക്കെ കിടക്കുന്ന സ്ഥാനത്ത് അവരെ പിന്തള്ളി അവരുടെ ഒരു സിനിമയ്ക്ക് കിട്ടുന്നതിന്റെ ഡബിളിന്റെ ഡബിള് ഒറ്റ ദിവസം ടിക്കറ്റ് ബുക്കിംഗ് വീണത് മോഹൻലാലിന്റെ മൂവിക്ക്. ഒരിക്കലും മോഹൻലാലിന്റെ മാത്രം ക്രെഡിറ്റും അല്ല, പൃഥ്വിരാജ് എല്ലാ ഏരിയയിലും ഒരു ബിസിനസ് കളക്ഷൻ ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ. ഇങ്ങനെ ആ ഒരു അദ്ദേഹത്തിന്റെ ഒരു വൈഡ് റേഞ്ച്, അതിൻ്റെ ഒരു വെയിൻ ഇങ്ങനെ ഇറങ്ങി കിടക്കുന്നുള്ളൂ. ആ വെയിൻ്റെ ഒരു ഔട്ട്പുട്ടാണ് ഈ ടിക്കറ്റിന് ഇത്രയും ബുക്കിംഗ് വരാനുള്ള മെയിൻ കാരണം. അല്ലാന്നുണ്ടെങ്കിൽ ബറോസിനായിരിക്കും ഏറ്റവും കൂടുതൽ ടിക്കറ്റ് ബുക്കിംഗ് വരേണ്ടത്. ഓക്കെ, കാണുന്നത് നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം.
ஒரு ஸ்கேல்ல பண்ற ஒரு படம். நீங்க என்ன இலுமினாட்டி அதுல இருந்து எப்படி இதெல்லாம் வந்து கண்டுபிடிக்கிறீங்க அப்படின்னு கேட்க சொன்னாங்க அந்த கேள்வி. இது என்ன ആക്ച്വലി ഇങ്ങനെയുള്ളൊരു ചോദ്യമൊക്കെ ചോദിക്കേണ്ട കാര്യമുണ്ടോ? ഇലുമിനാലിറ്റി നിങ്ങൾക്ക് സിനിമ കണ്ടിട്ട് അങ്ങ് പോകണം. ഇതിനെപ്പറ്റി സംസാരിക്കുന്നത്, ഇതിനെപ്പറ്റി ചോദിക്കേണ്ട എന്തെങ്കിലും ആവശ്യമുണ്ടോ? എനിക്ക് തോന്നുന്നില്ല. ഇത് മലയാളത്തിൽ ഒരുപാട് പേര് ഇങ്ങനെ നടന്ന് ചോദിക്കുന്നുണ്ട്. എന്തോ മറ്റേ ഉത്സവത്തിന് വെക്കുന്ന ഏതോ ഒരു ഉത്സവ കോപ്പ് കണക്കൊക്കെ സംസാരിക്കുന്നത്, അല്ലെങ്കിൽ എന്തോ കരകൗശല വസ്തു സിനിമയെ കാണിക്കുന്നുണ്ട്, അത് എവിടുന്ന് മേടിച്ച് അങ്ങനെയൊക്കെ ചോദിക്കുന്നതൊക്കെ ചോദിക്കുന്നത്. இப்போ ഇലുമിനാറ്റി நாங்க ഇലുമിനാറ്റിன்னு சொல்ல மாட்டோம். அது கொஞ்சம் சீக்ரெட். சாரி. അതെ, ഞങ്ങൾ അതിനെപ്പറ്റി ഒന്നും അങ്ങനെ സംസാരിക്കാറില്ല. അതുകൊണ്ടാണ് ഞാൻ ആദ്യം പറഞ്ഞത്. தமிழ் ஃபுட் ஆர் கேரளா ஃபுட்? கேரளா food. சரி, எனக்கு ஃபுட் ராபிடா ஒரே சொல்றாரு ஃபுட். ஓகே, ஃபேவரட் தமிழ் ஆக்டர் ஆர் ஆக்ட்ரஸ்? ஆக்டர்ஸ். ഇതൊന്നുമല്ല, നാവ് കള്ളം പറയത്തില്ല, അത്രേ ഉള്ളൂ. சொல்லக்கூடாது. பெஸ்ட் ஃப்ரெண்ட். അതെ അതെ, പോയിസ് ഉള്ള കൂടെ സത്യസന്ധമായി സംസാരിച്ചു. പക്ഷെ കൊള്ളാം. നമ്മുടെ ഇവിടെ നിന്ന് ഇങ്ങനെയുള്ള ചോദ്യങ്ങളൊന്നുമില്ല. നമ്മളിവിടെ ഇങ്ങനെ പിടിച്ചിരുത്തിയിട്ട് നിങ്ങൾ അങ്ങനെ ഒരു മുസ്ലിം വേഷത്തിൽ വന്നതുകൊണ്ട് ഇന്ന് നിങ്ങൾ എന്താണ് അതിനകത്ത് ഉദ്ദേശിച്ചത്? ടെററിസ്റ്റ് ആയിട്ട് ഒരു മുസ്ലിം പേര് കൊണ്ടുവരാനുള്ള കാരണം എന്താണ്? നിങ്ങളുടെ കൂടെ ഒരുപാട് നടിമാരുണ്ടെന്ന് പറയുന്നില്ല. ആ നടിമാരെല്ലാം നിങ്ങൾ തൊട്ടിട്ടുണ്ടോ? അവർ തിരിഞ്ഞു നിൽക്കുമ്പോൾ എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത്? ഇങ്ങനെയൊക്കെ ചോദിക്കുമ്പോഴത്തേനും ആൻസറൊക്കെ കിട്ടത്തുള്ളൂ. അപ്പൊ ഇങ്ങനെയൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നൈസായിട്ട് നമുക്ക് ചിരിക്കാനും കുറച്ച് ചിന്തിക്കാനും നമ്മുടെ സമയം പോകണം. മലയാളത്തിൽ ഒരു വിഭാഗം അതൊക്കെ തന്നെ. പിന്നെ വൾഗാരിറ്റിയും കുറെ എന്തെങ്കിലും സാമാനങ്ങളൊക്കെ എടുത്തു വെച്ചിട്ട് കൈയിട്ട് കണ്ണടച്ചതിനകത്ത് ഇടയിൽ കൂടെ കഴുകിയിട്ട് തപ്പിപ്പൊക്കിയൊക്കെ എടുക്കണം. അപ്പോഴത്തേന് വല്ല കോണ്ടവോ അല്ല ഡിൽഡോയോ ഒക്കെ പൊക്കിയെടുത്ത് ഇത് എന്തോ സാധനം അല്ലേ, ഒന്നും അറിയാത്ത കണക്കുള്ള അതിൽ നിന്നൊക്കെ ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ള ബ്രോ നിങ്ങളുടെ ഒരു ഈ പറയുന്ന ഇന്റർവ്യൂ. தமிழ் இண்டஸ்ட்ரி போத் சொல்லுங்க. ஐயோ அதெல்லாம் வந்து இப்போ சும்மா எல்லாரும் நல்ல இப்போ ஆல் ஆர் குட் ஃப்ரெண்ட்ஸ். அதுக்கு ஒராளை பெஸ்ட் ஃப்ரெண்டுன்னா கஷ்டம் சொல்றதுக்கு. ஒரு ஃப்ரெண்ட் எப்படி இருக்கணும், எல்லா குவாலிட்டியும் அக்செப்ட் பண்ற மாதிரி, அது மாதிரி தென் யூ நீட் லாட் ஆஃப் டைம் அல்ல. அதுக்கு அப்படி ஒரு ஆள் இல்லை, இல்ல பெஸ்ட் ஃப்ரெண்டே இல்லை. அதாவது ஃப்ரெண்டே இல்லையா? இல்ல நிறைய பேர் ഒരു ഫ്രണ്ട് എല്ലാവരും ഫ്രണ്ട്സ് இருக்காங்க. ബെസ്റ്റ് ഫ്രണ്ട് ഇല്ല. பெஸ்ட் ஃப்ரெண்ட் இல்ல. അദ്ദേഹത്തിന്റെ ഫ്രണ്ട്സ് എന്നൊക്കെ പറയുന്നത് ഇപ്പോഴത്തെ മൂപ്പിലാമാരാ, അതുകൊണ്ട് പറ്റിയതാ. കുഴപ്പമില്ല. ஐயோ இல்ல எனக்கு அப்படி பெஸ்ட் the family I know best probably இந்த ஜோதிகா சூர்யா தான். அப்படிங்களா, சூப்பர். யுவர் ஃபேவரட் ஹாபி? സിനിമ தான். എനിക്ക് വേറെ എതുമേ தெரியாது. ഹോബിയാവും தெரியாது, പ്രൊഫഷനാവും தெரியாது, എല്ലാമേ സിനിമ தான். ഇടയ്ക്ക് പൃഥ്വിരാജ് എവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് ട്രാവൽ ചെയ്യാനും എനിക്ക് ഈ വ്ളോഗ് ചെയ്യാനൊക്കെ ഭയങ്കര ഇഷ്ടമാണെന്നുള്ളൊരു കാര്യം. ഞാൻ കേട്ട ഒരു ഓർമ്മയുണ്ട്. நைஸ். எனக்கா இது மாதிரி இன்டர்வியூஸ் இல்ல நிஜமாவே உங்களுக்கு பிடிக்குமா? பயங்கரமா നമ്മുടെ ഇവിടെ ഇങ്ങനെ ഒന്നും ചോദിക്കത്തില്ല. എനിക്ക് ഈ ഇന്റർവ്യൂ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായെന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ഇച്ചിരി പീസ്ഫുൾ ആയിട്ട് കുറച്ച് സംസാരിക്കാനും ഇരിക്കാനും അദ്ദേഹത്തിന്റെ ഫ്രീ ആയിട്ട് തോന്നുന്ന കാര്യം സംസാരിക്കാനായിട്ട് ഒരു സ്പേസ് കിട്ടി. ആ ഒരു സ്പേസിൽ അദ്ദേഹം ഭയങ്കരമായിട്ട് എക്സ്പ്ലോർ ചെയ്യുന്നുണ്ട്. ദൃശ്യം മൂവി நீங்க வந்து பண்ணிருந்தீங்களே, அந்த மாதிரி ரியல் லைஃப் இன்சிடென்ட் உங்களுக்கு இருக்குதா? நான் நிறைய பேரை கொண்டு இந்த மாதிரி கேள்விதான் எழுதி கொடுக்குறீங்க நீங்க. எங்க டீம்ல பண்றாங்க சார் இதெல்லாம். அந்த மாதிரி எப்படி ரியலா ஹாபியாவே வச்சிருக்கீங்க. என்ன போலீஸ் பிடிச்சிட்டு போமே, நான் சொன்னா പോലീസ് പിടിച്ചിട്ട് പോകുമേ. ഈ ഒരു രീതി ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ട്, ഇതുപോലൊരു സംസാരിക്കുന്ന ഒരു രീതി. வேணாம். ஓகே, அடுத்த क्वेश्चन. இதெல்லாம் क्वेश्चனா இல்ல என்ன? ஓகே சார், സത്യമാ, ഇത് ക്വസ്റ്റ്യൻ ഒന്നും അല്ല. പക്ഷെ നമുക്ക് കാണുന്ന ആൾക്കാർക്ക് ഒരു എന്റർടൈൻമെന്റ് ആയിരിക്കണം. ഇതുവരെ കാണാത്തൊരു ലാലേട്ടന്റെ ഒരു ആറ്റിറ്റ്യൂഡും അല്ലെങ്കിൽ ഒരു പ്രകൃതവും ഒരു സംഭാഷണ രീതിയും കോമഡിയൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. അതുകൊണ്ട് ഇത് ആസ്വദിക്കുന്നുണ്ട്. എനിക്ക് മൂവീസ് നടിക്കില്ല ഫസ്റ്റ്ல இருந்தே. இப்போ அப்படினா நீங்க 47 வருஷமா நடிச்சிட்டு இருக்கிறதுக்கு அப்படி நீங்க நடிக்கலனா, லாலேட்டனா இப்ப லாலேட்டன் சாரா நீங்க இல்லனா நீங்க என்ன வந்திருப்பீங்க? ஐயோ பெரிய क्वेश्चन. என்ன இது? நான் ஏதாவது சினிமாவில தான் இருக்கும், ஏதாவது ப்ரொடக்ஷன் மேனேஜரா അല്ലെങ്കിൽ இது மாதிரி அரேஞ்ச் பண்ற மாதிரி ஏதாவது சினிமாவில தான் இருக்கு. அந்த அளவு படம் முடியும் மூவிஸ் இல்ல வேற என்ன ஏதாவது ஒரு வேலை கொடுங்க எனக்கு. இப்போ திடீர்னு இதுதான் கனெக்ட் பண்ண முடியும். உங்களுக்கு இப்போ ஃபுட் குக் பண்றலாம் முடியல, பப்ளிஷ் ஷெஃப் அந்த மாதிரி அவ்வளவு இல்ல. ஒரு சாய் கடையில டீ ஷாப் அதெல்லாம் சொல்ல முடியாது. எனக்கு வந்து இதுதான் தெரியும். ദയവ് ചെയ്ത് ചേഞ്ച് பண்ணாருங்க. ഇതേ അറിയത്തുള്ളത് നമുക്ക് അറിയാം. വേറൊരു പണിയും അറിയത്തില്ല. കാരണം ഇതിനകത്ത് കഴിവ് ഭയങ്കരമായിട്ട് തെളിയിച്ച ഒരാളാണ്. ഇതല്ലാതെ ഇനി വേറൊരു പ്രൊഫഷനിലേക്ക്, മുമ്പ് പുള്ളിക്കാരൻ ബോക്സിങ്ങിനൊക്കെ കേരള സ്റ്റേറ്റ് ചാമ്പ്യൻ ആണെന്നൊക്കെ വാർത്തകളൊക്കെ കണ്ടിട്ടുണ്ട്.
അപ്പോൾ എന്തായാലും ആ രീതിയിലൊന്നും ഇതിലേക്ക് വന്നത് ഇതുപോലെ ഒരുപാട് നല്ല നല്ല കഥാപാത്രങ്ങൾ നല്ല നല്ല സിനിമകൾ ഇനിയും ചെയ്യാനും അല്ലേ അതിനൊക്കെ വേണ്ടിയിട്ട് തന്നെ ആയിരിക്കും. പക്ഷെ ഈ ഒരു ഇന്റർവ്യൂ പൊളി ഐറ്റം പൊളി. இந்த மூவி நல்லா இருக்கு. அவருக்காக நான் இங்க உட்கார்ந்து இல்ல நல்ல வேலை சார். வந்த உடனே வந்து எப்படி உட்காருன்னு கேட்டாங்க. நான் வந்து இதுலதான் 3 பேர் உட்கார போறோம், இதுலயே 3 பேர் உட்கார போறோமா, அப்ப நான் எங்க உட்கார்றது அப்படின்னு சொல்லிட்டு சாரே ஆஃபர் பண்ணாரு நடுவில் உட்காந்து. சார் வெரி நைஸ் ஆஃப் யூ சார். அதுக்கு ஏன்னா அது கொஞ்சம் ஆக்வர்டா இருக்குன்னு எனக்கு புரியுது, பட் அதுக்காக இல்ல நல்லா இருக்கு. സൂപ്പർ സൂപ്പർ. നമ്മളിങ്ങനെ ഇരുന്ന് സംസാരിക്കല്ലോ കൂട്ടുകാർക്കിടയിലൊക്കെ ഇരുന്ന് സംസാരിക്കുമ്പോഴത്തേനും ചിലപ്പം ഇതൊരു ഇന്റർവ്യൂ ആയിട്ട് കൂട്ടണ്ട. ഇപ്പൊ നമുക്ക് പരിചയമില്ലാത്ത ആൾക്കാരുടെ വീട്ടിലൊക്കെ പോയിട്ട് കുറച്ചു നേരം അവരുടെ ഇടയിൽ ഇരുന്ന് ഇങ്ങനെ പുഴുക്കുമല്ലോ, ഇങ്ങനെ പുഴുത്ത് കഴിഞ്ഞപ്പോൾ നമ്മുടെ വായിനൊക്കെ വരുന്ന ഓരോ ഡയലോഗുകളൊക്കെ ഇങ്ങനെയായിരിക്കും. അതായിട്ട് എനിക്ക് ഇതിനെ കാണാൻ സാധിക്കുന്നുള്ളൂ. നല്ല ഐറ്റം, ചോദ്യങ്ങളൊന്നുമില്ല, ஜஸ்ட் என்டர்டைன்மெண்ட். இன்னொரு விஷயம், இந்த விஷயம் வந்து அது எந்த அளவுக்கு அது உண்மையா இருக்க வாய்ப்பு இல்லதான், ஆனா வந்து இருக்கவும் வாய்ப்பு இருக்குன்ற மாதிரி சொல்றாங்க. ஏன்னா இந்த படத்துல வந்து ஷாருக் கான் நடிச்சிருக்காங்க, அப்புறம் இந்த படத்துல வந்துட்டு மம்முக்கா நடிச்சிருக்காங்க, மம்முக்கா நடிச்சிருக்காங்க அப்படின்னு தான் சொல்றாங்க. ஷாருக் கான் பாவம் அவரு ஒரு சீன் நடிச்சிட்டு அதை கட் பண்ணி deleted scenes பண்றோம். அதுல இருக்கு deleted scenes ரிலீஸ் பண்ணிடுவோம். എന്നാ ചോദ്യംടാ, എന്നാ ആൻസർടാ, എന്തായാലും കൊള്ളാം. നമ്മുടെ മലയാളത്തിലൊന്നും ഇതുപോലെ ആരും ഇന്റർവ്യൂ എടുത്തിട്ടില്ല. അപ്പം ഇങ്ങനെ ഇവരെ ഇന്റർവ്യൂ എടുക്കാം, ഈ രീതിയിൽ ഇവർ സംസാരിക്കും. നമ്മളവരെ ഏതൊക്കെ കംഫർട്ട് സോണിലേക്ക് എത്തിക്കുന്നു അതായിരിക്കും ഒരു ഇന്റർവ്യൂയുടെ വിജയം എന്ന് പറയുന്നത്. ഇദ്ദേഹത്തിന്റെ ഈ ഇന്റർവ്യൂ കിടിലായിട്ടാ, 15 മിനിറ്റ് ഉണ്ട്. ഇതിനകത്ത് അത്യാവശ്യം എനിക്ക് നല്ലതായിട്ട് തോന്നിയ കുറച്ച് നിമിഷങ്ങളാണ് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ട് എത്തിച്ചത്. അപ്പൊ നമുക്ക് ഇനി എമ്പുരാൻ മൂവി ഇറങ്ങുമ്പോൾ കാണാം.